അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ്. രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല, ആർക്ക് അവിടെ അവസരം കിട്ടുന്നോ, നമ്പൂതിരി ആയാലും പോറ്റി ആയാലും പിന്നെ അവിടുത്തെ പരികർമ്മി, അതായത് തന്ത്രി കുടുംബമാണ് ഏറ്റവും വലിയ അതിൻ്റെ അകത്ത് കൊള്ളക്കാരൻ. കാരണം അയാളാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇതെത്രയോ കാലമായിട്ട് അയ്യപ്പൻ്റെ സ്വത്ത് അങ്ങനെ കിട്ടുന്ന ഒരിക്കലും വേറെ അയാൾക്കത് അനുഭവിക്കാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ? അത് സാധാരണ അവിടെ അതേ അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്തജനങ്ങൾ കൊടുക്കുന്ന അയാൾക്ക് കൊടുക്കുന്നതല്ലല്ലോ. അയാൾ തിന്നു കൊടുത്ത് അയാളത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നവർക്കും കുറേശ്ശെ കൊടുത്ത് സുഖമായിട്ട് വാണോണ്ടിരിക്കുക. അയാളിപ്പം താൽക്കാലികമായിട്ടിപ്പം അയാളെ പിന്നെ ജയിലിലാണെങ്കിലും റിമാൻഡിലാണെങ്കിലും അയാളെ സുഖമായിട്ട് അയാൾക്ക് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് 3 സുപ്രധാനമായ പ്രധാനപ്പെട്ട പാർട്ടികൾ ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ്. എന്തായാലും ഇവന്മാരെല്ലാവരും കൂടി അത് കട്ടുമുടിക്കുകയാണ്. അതിൻ്റെ അകത്ത് കോൺഗ്രസ് എന്നോ മാർക്സിസ്റ്റ് പാർട്ടി എന്നോ BJP എന്നോ ഒന്നുമില്ല. കാരണം ആരവിടെ അടുത്ത് കൂടുന്നോ അവരെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. അത് മോഷ്ടിക്കാത്തത് വളരെ കുറവാണ്, അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർ മോഷ്ടിക്കണ്ട എന്നുള്ള താല്പര്യമുള്ളവർ അവിടെ പോവില്ല. കാരണം വൃത്തികേട് കാണിക്കാൻ താല്പര്യമില്ലാത്തവർ ഒരിക്കലും അങ്ങോട്ട് അടുക്കില്ല. അപ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെല്ലാം മിക്കവാറും കള്ളന്മാരാണ്. വളരെ മോഷ്ടാവിനെന്നും അറിയാം ഞാൻ ഏത് സമയം പിടിക്കപ്പെടുമെന്ന്. അപ്പം അത് ദേവപ്രശ്നത്തിൽ എന്ത് ദേവപ്രശ്നം? ഒരു ദേവപ്രശ്നമില്ല. ഒരു ദേവനും ഒരു പുല്ലും ഈ ഭൂമി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് മുഴുവൻ വെറും തട്ടിപ്പാണ്. ദൈവത്തിനോ ഭഗവാനോ അള്ളായിക്കോ ഒന്നും ഒരു പുല്ലും ഈ ഭൂമി ചെയ്യാൻ പറ്റത്തില്ല. ഇവരൊക്കെ ചുമ്മാ മനുഷ്യനുണ്ടാക്കിയ ഓരോ ബിംബങ്ങളാണ്. ഇതിനെയൊക്കെ എതിർക്കുന്നവരെന്നാൽ ഇവരെ ഒരു പ്രാവശ്യം അവരെ നശിപ്പിക്കട്ടെ. ഒന്നും ചെയ്യുന്നില്ല. ഇവർ ഈ കാണിക്കുന്ന ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർ ഇങ്ങനെ കുറേ ഈ മതത്തിൻ്റെ പേരിൽ കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ പരിപാടികളായത്. കുറേ പേരെ കഷ്ടപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തിയേക്കുക. എന്നിട്ട് അവരിൽ നിന്നുള്ള നേർച്ചയായിട്ടും വഴിപാടായിട്ടും അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റുക, അവരുടെ അധ്വാന ഫലം അടിച്ചു മാറ്റുക. മനുഷ്യൻ മാന്യമായിട്ട് വേറൊരുത്തിന് ശല്യം ചെയ്യാതെ ജീവിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വേറൊരിടത്തോൻ്റെ കയ്യേറാതിരുന്നാൽ മതി. നമുക്ക് നമ്മുടേത് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുക. നമുക്കറിയാമല്ലോ അടിസ്ഥാനപരമായി നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാൻ പോകരുത്. അങ്ങനെ നിന്നാൽ ഒരു പ്രശ്നവുമില്ല.